നവദുർഗാ ഭാവങ്ങളിൽ ആറാമത്തെ ഭാവമാണ് കാർത്യായനി. നവരാത്രിയിൽ 6-ാം ദിവസമായ ഷഷ്ഠിക്ക് ദുർഗാദേവിയെ കാർത്യായനി ഭാവത്തിൽ ആരാധിക്കുന്നു. കഥൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാർത്യായൻ. എന്നാൽ ഒരു പുത്രിയില്ലാതിരുന്ന മുനിക്ക് ദേവി ദുർഗയെ തന്റെ പുത്രിയായി ലഭിക്കണം എന്ന ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മഹാധർമ്മം അനുഷ്ഠിച്ചു. ദേവി ഋഷിയിൽ പ്രസാദിക്കപ്പെട്ടു. അങ്ങനെ കഥന്റെ മകളായി ദേവി ജനിച്ചതിനാൽ കാർത്യായനി എന്നറിയപ്പെടുന്നു. ദേവിയെ പൂജിക്കാൻ പ്രഥമ അവകാശം കാർത്യായന മഹർഷിക്കായതുകൊണ്ട് ദേവി കാർത്യായനി എന്നറിയപ്പെടുന്നു എന്നും അഭിപ്രായം ഉണ്ട്. സർവൈശ്വര്യദായികയാണ് കാർത്യായനി ദേവി. ദ്വാപരയുഗത്തിൽ കൃഷ്ണനെ വരനായി ലഭിക്കാൻ ഗോപികമാർ കാർത്യായനി ദേവിയെയാണ് പൂജിച്ചത്. നവരാത്രിയിൽ 6-ാം ദിവസം ഷഷ്ഠിക്ക് യോഗികളും ഉപാസകരും ആജ്ഞാചക്രത്തിൽ ധ്യാനിക്കുന്നു. അവിടെ ഉപാസകനെ അനുഗ്രഹിക്കുന്നതും ആധ്യാത്മിക അനുഭൂതി കൊടുക്കുന്നതും കാർത്യായനി ദേവിയാണ്. നവരാത്രിയിൽ 6-ാം ദിവസം ഭക്തർ ചുവപ്പും വെളുപ്പും വസ്ത്രങ്ങൾ അണിഞ്ഞു ദേവിയെ ആരാധിക്കുന്നു. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ കാർത്യായനി ദേവി പ്രദാനം ചെയ്യുന്നു.